അധ്യക്ഷൻ കെ എസ് പ്രസിഡന്റ് അലോഷ്യസ്, വേദിയിലുള്ള മുൻ കെ എസ് പ്രസിഡന്റുമാർ, കോൺഗ്രസ് നേതാക്കൾ, പ്രിയപ്പെട്ട കെ എസ് യുവിൻ്റെ ഭാരവാഹികളെ, പ്രിയമുള്ള കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, കെ എസ് യുവിൻ്റെ ഒരു ക്യാമ്പിൽ വരിക എന്നുള്ളത് ഏറ്റവും ആഹ്ലാദകരമായൊരു കാര്യമാണ്. ഞാൻ ഈ വേദിയിലിരുന്നപ്പോൾ നമ്മുടെ മനസ്സിൽ ഗൃഹാതിരത്വം നിറഞ്ഞ സ്മരണകളാണ് ഇരമ്പി വരുന്നത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടമാണ്, കെ എസ് യുക്കാരനായിരുന്ന കാലഘട്ടമാണ്. അതിനേക്കാൾ വലിയൊരു കാലമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 12 വർഷം കോളേജിൽ പഠിച്ചതാണ്. അതിൽ ആദ്യത്തെ 7 വർഷം കോളേജ് യൂണിയൻ ഭാരവാഹിയായി, പിന്നെ മത്സരിച്ചിട്ടില്ല. 7ാമത്തെ വർഷമാണ് സർവകലാശാല യൂണിയൻ ചെയർമാനായി, പിന്നീട് മത്സരിച്ചിട്ടില്ല. അന്നത്തെ ക്യാമ്പസ് അല്ല ഇല്ല. നമ്മൾ വന്ന് അന്നത്തെ ക്യാമ്പസിന്റെ, അന്നത്തെ കെ എസ് യുവിന്റെ പൊങ്ങച്ചം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ക്യാമ്പിൽ. എനിക്ക് തോന്നുന്നു അന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ടതിനേക്കാൾ കഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. അതിനേക്കാൾ കൂടുതൽ സമരങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങൾ. അതിനേക്കാൾ തീക്ഷ്ണമായി ക്യാമ്പസുകളിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ. വലിയ പ്രതിസന്ധികളാണ് എല്ലാ ക്യാമ്പസുകളിലും. കഴിഞ്ഞ പ്രാവശ്യം കെ എസ് യുവിന്റെ ഒരു തിരിച്ചുവരവ് എനിക്ക് ഭയങ്കര വിസ്മയകരമായി തോന്നിയ ഒരു തിരിച്ചുവരവാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ക്രെഡിറ്റ്. അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു. ഞാൻ കുറേ ക്യാമ്പസുകൾ, നമുക്ക് വർഷങ്ങൾക്ക് ശേഷം കെ എസ് യുവിന് കിട്ടിയ കുറേ ക്യാമ്പസുകളിൽ കോളേജുകളിൽ ഉദ്ഘാടനത്തിനൊക്കെ പോയി. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ നല്ല മിടുമിടുക്കന്മാരായ മിടുമിടികളായ കുട്ടികൾ, പുതിയ തലമുറയിൽപ്പെട്ടവർ എല്ലാം കെ എസ് യുവിലുണ്ട്. നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാൻ കഴിയാവുന്ന വരാനിരിക്കുന്ന കാലത്ത് കോൺഗ്രസിലേക്ക് ഒരു വലിയ ഒരു നേതൃത്വ പാഠവുമുള്ള ഒരു നല്ല ടീം കേരളത്തിലെ കോൺഗ്രസിന് ലഭിക്കും എന്ന കാര്യത്തിൽ അത്ര നല്ലൊരു ടീമാണ് വരുന്നത്. എപ്പോഴും ഒരു വിദ്യാർത്ഥി സംഘടനയെ വിലയിരുത്തുന്നത് ക്യാമ്പസുകളിലെ വിജയത്തിന്റെ പേരിലാണ്. 2 ഫേസാണ് നമുക്കുള്ളത്. ഒന്ന് ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനം, ക്യാമ്പസിലെ വിജയം. 2 സമരമുഖങ്ങളിലെ കെ എസ്. ഇത് രണ്ടുമാണ് ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ എല്ലാവരും വിലയിരുത്തുന്നത്. എപ്പോഴും ഈ 2 കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ്. ക്യാമ്പസിലെ രാഷ്ട്രീയം കാലാധിപത്യമായി നിൽക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ക്യാമ്പസിലെ കെ എസ് യു നേതാക്കന്മാർ, വിദ്യാർത്ഥി നേതാക്കന്മാർ എപ്പോഴും കാലത്തിന്റെ മുമ്പേ നടക്കുന്നവരാണ്. ഞങ്ങളുടെ കാലത്താണെങ്കിലും നിങ്ങളുടെ കാലത്താണെങ്കിലും. അന്ന് ഞങ്ങളുടെ കാലത്ത് ക്യാമ്പസിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളല്ല ഇന്ന് കുട്ടികളുടെ മനസ്സ് വേറെയാണ്. ഇന്ന് പുതിയ കാലമാണ്. ഇന്ന് ഇൻഫർമേഷൻ ഈസ് ഓൺ ദെയർ ഫിംഗർ ടിപ്പ്. ഞങ്ങളുടെ കാലത്ത് ഒരു ഇൻഫർമേഷൻ വിവരം കിട്ടണമെങ്കിൽ എത്ര ലൈബ്രറി പോകണം, ആ സബ്ജക്റ്റ് പഠിക്കുന്ന അധ്യാപകന്റെ അടുത്ത് പോകണം, ചിലപ്പോൾ അദ്ദേഹം വേറൊരാളെ റെഫർ ചെയ്ത ഒരു ഇൻഫർമേഷൻ കിട്ടാൻ എന്തുമാത്രം നടന്നാലാണ് ഒരു അറിവ് കിട്ടുന്നത്. പുതിയ കാര്യം വായിച്ച് അറിഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തണം അറിവ്. നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു അറിവ് കിട്ടാൻ ഇപ്പൊ നിങ്ങൾക്ക് അതാണ് പ്രശ്നം. ഇപ്പൊ സോണിയർ ഫിംഗർ ടിപ്പ്. നിങ്ങൾ വിചാരിച്ചാൽ ഏത് ഇൻഫർമേഷനും ഏത് അറിവും കിട്ടും. അത് ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന അറിവാണ് ഫിംഗർ ടിപ്പിൽ കിട്ടുന്നത്. ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന, എവിടെയോ എന്നൊക്കെ ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന അത് അറിവാണ്. മറ്റത് തിരിച്ചറിവാണ്. തിരിച്ചറിവ് അറിവ് രണ്ടാണ്. നല്ല കോമൺ സെൻസ്, നല്ല തിരിച്ചറിവ്, കാര്യങ്ങൾ പെട്ടെന്ന് ഹൃദിസ്ഥമാക്കാനുള്ള ഒരു കഴിവ്, ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നല്ല വായന കൊണ്ട്, നല്ല സമീപനം കൊണ്ട്, നല്ല പെരുമാറ്റം കൊണ്ട് എല്ലാം രൂപപ്പെടുത്തി എടുക്കേണ്ടതാണ് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നടന്നു പോകുമ്പോൾ ക്യാമ്പസിൽ നമ്മളോടൊരു റെസ്പെക്ട് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എല്ലാവരോടും സൗമ്യമായി സ്നേഹപൂർണമായി നമ്മൾ പെരുമാറണം. നമ്മൾ എല്ലാവർക്കും അത് സമീപിക്കാൻ കഴിയുന്ന ആക്സസ് ഉള്ള ഒരാളാണ്
എന്ന് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മളെക്കുറിച്ച് തോന്നണം. പുതിയ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം. അവർ കേൾക്കാത്ത കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാനും നമുക്ക് സംസാരിക്കാനും കഴിയണം. അപ്പൊ നമ്മളിൽ ഒരാൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, കൂടെ നിൽക്കും, ക്രെഡിബിലിറ്റി ഉണ്ട്, വിശ്വാസ്യതയുണ്ട്. നമുക്കൊരാവശ്യം വന്നാൽ നമ്മുടെ കൂടെ നിൽക്കും, അറിവുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്ന തോന്നൽ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുമ്പോഴാണ് 2-3 പേരുടെ ക്യാമ്പസിൽ അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ KSU പതിയെ നല്ല രീതിയിലേക്ക് വരും. അപ്പൊ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ പ്രൊമോട്ട് ചെയ്ത് അവരെ മുമ്പിലേക്ക് കൊണ്ടുപോകണമെന്നാണ്. ഇത് നോളജ് എക്സ്പോഷൻ നടക്കുന്ന കാലമാണ്. ക്ലീശയുള്ള വാക്കാണ് നോളജ് എക്സ്പോഷൻ എന്നുള്ളത്, അല്ലേ? വിജ്ഞാന വിസ്ഫോടനമാണെന്നാണ്. ഒന്നും പൊട്ടിത്തെറിക്കുന്നതല്ലോ വിജ്ഞാന വിസ്ഫോടനം എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മില്യൺസ് ഓഫ് ഡോളർ സ്പെൻഡ് ചെയ്തുകൊണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുകയാണ്, ഗവേഷണവും വികസനവും നടക്കുകയാണ്. ഓരോ സെക്കൻഡിലും പുതിയ അറിവുകൾ വരികയാണ്, പുതിയ അറിവുകൾ ഉണ്ടാവുകയാണ്. ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടി പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവുകയാണ് ആ സബ്ജക്ട്. അപ്പൊ എല്ലാ സബ്ജക്റ്റും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്, അപ്പോഴപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. അറിവിന്റെ പുതിയ ലോകമാണ്, പുതിയ കാലത്താണ് ഉണ്ടാവുന്നത്. ചരിത്രത്തെക്കുറിച്ച്, ഫ്യൂച്ചറോളജിയെ കുറിച്ച്, ഭാവിയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള പ്രൊജക്ഷൻസ് ആണ്. അടുത്ത നൂറ്റാണ്ടിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ 2050 എന്തായിരിക്കും, 22ാം നൂറ്റാണ്ടിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ പ്രൊജക്ഷനാണ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ കഴിഞ്ഞ കാലത്ത് എന്താണ് ഉണ്ടായത്? 1-2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള അറിവുകൾ വരെ വരികയാണ്, പുറത്തേക്ക് വരികയാണ്. അതാണ് കാലം. ഓരോന്നിനെ കുറിച്ച് ഓരോ പുതിയ സബ്ജക്റ്റുകൾ ഉണ്ടാവുകയാണ്, നമ്മൾ അറിയാത്ത സബ്ജക്റ്റുകൾ ഉണ്ടാവുകയാണ്, പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പൊ അറിവിന്റെ ലോകം വിപുലമാവുകയാണ്. സർവകലാശാല വിദ്യാഭ്യാസം, ക്യാമ്പസ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വേറൊരിതിലേക്ക് പോവുകയാണ്. നമ്മൾ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഈ അറിവിന്റെ ലോകം എന്താണ് എന്ന് ഒരു ധാരണ നമുക്കുണ്ടാകും. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഉള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകും. ആ പുതിയ കാര്യങ്ങൾ നമ്മുടെ അറിവിൽപ്പെടുന്ന കാര്യങ്ങൾ, നമ്മൾ വായിച്ചറിയുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം. പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കണം, സംഗീതത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. പുതിയ ഇപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുന്ന ഏതെല്ലാം മേഖലകളാണ് കുട്ടികൾക്ക് താല്പര്യമുള്ള, അവർക്ക് ടേസ്റ്റുള്ള കാര്യങ്ങൾ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ അതാണ്. കമ്മ്യൂണിക്കേഷൻ, പുതിയ മാർഗം, മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഹാസ് ബീൻ ചേഞ്ച്. നമ്മുടെ കാലത്തുണ്ടായിരുന്ന മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ല. നേരത്തെ ഇവിടെ ഷാഫി അതിനെക്കുറിച്ച് നല്ല ക്ലാസ് എടുക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞങ്ങളുടെ കാലത്തുള്ള മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അന്ന് ഞങ്ങൾ ഇലക്ഷൻ കാലത്ത് സോണിയറൊക്കെ ഇറക്കിയ പിള്ളേര് വീട്ടിൽ പോയി അതൊക്കെ വായിക്കും, ലേഖനങ്ങളൊക്കെ വായിക്കും. ഇപ്പൊ ആരും വായിക്കാൻ പോലുള്ളതാണ്, ഇല്ലേ? വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പുതിയ കാലത്തിന്റെ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എന്താണ് എന്ന് ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയുന്നു. അപ്പൊ നമ്മളൊരു മൊബൈൽ ഫോണിൽ പടം എടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ 10 വയസ്സുകാരനായ കുട്ടി ഒരു മൊബൈൽ സെറ്റ് ചെയ്ത് സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനോ ഭയങ്കര സ്പീഡിൽ ചെയ്യും. അതൊരു സ്കില്ലായിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. കുട്ടികളെല്ലാം ആ തലമുറയാണ് വരുന്നത്. അവർ സംസാരിക്കുന്ന സബ്ജക്ട് എന്താണ്, അവർക്ക് താല്പര്യമുള്ള അവരുടെ ടേസ്റ്റ് എന്താണ്, ആ ഭാഷയിൽ വൊക്കാബുലറി വരെ ചേഞ്ച് ചെയ്യും. ആ കുട്ടികളുടെ വൊക്കാബുലറി ചേഞ്ച് ചെയ്ത് അവർ സംസാരിക്കുന്ന ഭാഷ, ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷയോ അല്ലെങ്കിൽ എനിക്ക് ശേഷം വന്ന തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥി നേതാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ സംസാരിക്കുന്ന വൊക്കാബുലറി അല്ല. ആ വൊക്കാബുലറി ചേഞ്ച് ചെയ്യും. അത് നമ്മൾ അറിയണം. നമ്മൾ കുട്ടികളിൽ നിന്ന് അകന്നു പോകരുത്. ഈ മുഖ്യധാര രാഷ്ട്രീയത്തിന് ഒരു കുഴപ്പമുണ്ട്. മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നമ്മൾ KSU കയറി DCC ഓഫീസിലും KPCC ഓഫീസിലും മാത്രം കയറി നടന്നാൽ നമ്മൾ വിദ്യാർത്ഥികളിൽ നിന്ന് അകന്നു പോകും. നമ്മളിപ്പോഴും ക്യാമ്പസിന്റെ ട്രെൻഡ് എന്താണ്, ക്യാമ്പസിന്റെ വികാരം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ശൈലിയിലും നമ്മുടെ രീതിയിലും നമുക്ക് വരുത്തിയാൽ നമുക്ക് ക്യാമ്പസുകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും.
ഞാൻ കരുതുന്നത് SFI ഈ അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് SFI വീക്കാവുന്നത്. SFI യഥാർത്ഥത്തിൽ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന നേരത്തെ ഇങ്ങനെയാണ് പുതിയ കാര്യങ്ങളെ പുതിയ ഇവരിപ്പോ അവർ ഔട്ട്ഡേറ്റഡ് ആയി അവരൊരു 10-15 കൊല്ലം മുമ്പുള്ള ഒരു സ്റ്റൈലിൽ തന്നെയാണ് അവരിപ്പോ നിൽക്കുന്നത് ക്യാമ്പസിൽ നിന്ന്. പുതിയ വളരെ അപൂർവം ക്യാമ്പസുകളിലുണ്ടാവും മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ജനറലി അവരുടെ ലീഡർഷിപ്പൊക്കെ അതിനേക്കാൾ മികച്ച ലീഡർഷിപ്പ് KSUവിനുണ്ട്, സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഉണ്ട്, എല്ലാ തലങ്ങളിലും ഉണ്ട്. നമുക്ക് നല്ല ലീഡർഷിപ്പ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ കുറെ കൂടി നമ്മൾ ശ്രദ്ധിച്ച് ക്യാമ്പസ് പൊളിറ്റിക്സിന് കൂടുതൽ കൊടുത്ത് ക്യാമ്പസിലെ യൂണിറ്റ് പ്രസിഡന്റുമാർ ജില്ലാ തലങ്ങളിൽ തന്നെ നമ്മൾ ഈ ജില്ലാ ഭാരവാഹികളും താലൂക്ക് പ്രസിഡന്റുമാരൊക്കെ വേണം. പക്ഷെ ഒരു യൂണിറ്റിൽ നിന്ന് ഒരു 5 പേരെ 5 പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ച് നമ്മൾ പ്രധാനപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് അവരുമായിട്ട് സംസാരിച്ച് അവരെ ഒന്ന് എക്വിപ്പ് ചെയ്യണം. നമ്മളൊന്ന് സ്ട്രെങ്തൻ ചെയ്യണം. ഞങ്ങളുടെ കാലത്ത് പറഞ്ഞിരുന്ന ഭാഷ ആശയപരമായ ആയുധമണിയിക്കണം. ചെറിയ ഫിലിപ്പൊക്കെ ഞങ്ങളടുത്ത് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം ആശയപരമായി ആയുധമണിയിക്കുക. അതിന്റെ വേറൊരു ഫോർമാറ്റാണ് ഇപ്പോൾ. ഏതാണ് നല്ല വാക്ക് അതിന് പറയാൻ പറ്റുന്നത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ പറയാം. പക്ഷെ എക്വിപ്പ് ചെയ്യണം. അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ക്യാമ്പസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 പേർക്ക് പക്ക ഒരു ക്യാമ്പ് KSUവിന്റെ ഹിസ്റ്ററി, പുതിയ കാലത്തെക്കുറിച്ച് എങ്ങനെയാണ് ക്യാമ്പസിൽ അപ്രോച്ച് ചെയ്യേണ്ടത്, ഏറ്റവും നല്ല ആളുകളെ കൊണ്ട് ക്ലാസ് ഒക്കെ എടുപ്പിച്ച് അവരെ ഭയങ്കര കോൺഫിഡൻസ് കൊടുത്തു വിടണം. ആ 5 പേരാണ് ക്യാമ്പസിനെ നിയന്ത്രിക്കുന്നത്. നമുക്കറിയാലോ, ഒരു വർഷത്തെ ഇലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം തുടങ്ങാൻ അടുത്ത വർഷത്തേക്കുള്ള ഇലക്ഷന്റെ വർക്ക് കൊടുക്കും. ഇപ്പോഴും അത് തന്നെയാണ്. ഇലക്ഷൻ ജയിച്ച അല്ലേ വിഷ്ണു, നമ്മളൊക്കെ ഇലക്ഷൻ ജയിച്ച അന്നാത്തെ സന്തോഷം ഓക്കെയാണൊക്കെ പറയും. രാത്രി ആകുമ്പോൾ ഭൂരിപക്ഷം മനസ്സിൽ നിന്ന് മാറ്റിയാൽ ഭൂരിപക്ഷം നമുക്ക് തലക്കണം. അപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ 5 കൊല്ലം ചെയ്ത വർക്കിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പൊ കിട്ടിയത്. ഇനി അത് കിട്ടണമെന്നില്ല. അടുത്ത പ്രാവശ്യം അടുത്ത 5 വർഷം നമുക്ക് ജയിക്കണമെങ്കിൽ വേറെ ജോലി ചെയ്യണം. അപ്പൊ ഇത് മാറ്റി കളഞ്ഞിട്ട് പിറ്റേ ദിവസം ഇലക്ഷൻ വർക്ക് നടക്കാം. ക്യാമ്പസിൽ നിന്ന് കിട്ടിയാണ് ഞങ്ങൾക്കൊക്കെ. ക്യാമ്പസിൽ ഞങ്ങൾ ജയിച്ചാൽ പിറ്റേ ദിവസം അടുത്ത വർഷത്തേക്കുള്ള ഇലക്ഷൻ വർക്ക് തുടങ്ങും. ഇങ്ങനെ കുട്ടികളുടെ ഇടയിൽ നടന്ന് ആർസോ സെക്രട്ടറി ആകാൻ പറ്റിയ സ്ഥാനാർത്ഥി ആരാണ്, മിടുക്കന്മാരാരെങ്കിലും വരുന്നുണ്ടോ, ഇങ്ങനെ പരിശോധിച്ച് നല്ല സ്മാർട്ടായിട്ടുള്ള പിള്ളേരുണ്ടോ അവരെ വന്നിട്ട് റിക്രൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ മാഗസിൻ എടുത്താക്കാൻ പറ്റിയ കുട്ടിയുണ്ടോ, യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലർ ആകാൻ പറ്റിയത് ആരാണ്, ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയത് ആരാണ്, ചെയർമാൻ ആകാൻ പറ്റിയത് ആരാണ്, വൈസ് ചെയർമാൻ ആകാൻ പറ്റിയത് ആരാണ്, ലേഡി റെപ്രസെന്റേറ്റീവ് ആകാൻ പറ്റിയ ആരാണ്, ആ ഇയറിലെ റെപ്രസെന്റേറ്റീവ് ആരാണ് എന്നിങ്ങനെ തപ്പി നടന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് അതൊക്കെ ഇപ്പോഴും ചെയ്യാവുന്നതായിരുന്നു. അന്ന് ചെയ്തിട്ട് അതേ കാര്യം തന്നെ ഇപ്പോഴും ചെയ്യും. ഇങ്ങനെ തപ്പി നടന്ന് ഈ ഇയറിലെ അക്കാഡമിക് ഇയർ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത അക്കാഡമിക് ഇയർ തുടങ്ങിയാൽ ഉടനെ ഇലക്ഷനാണ് അല്ലേ. വലിയ താമസമില്ലാതെ ഇപ്പൊ ചിലപ്പോൾ ഇത്തിരി വൈകുന്നുണ്ട്. അപ്പോഴേക്കും അടുത്ത സ്ഥാനാർത്ഥി പട്ടികയെ കുറിച്ചുള്ള രൂപം ലീഡേഴ്സിന്റെ, ക്യാമ്പസിലെ ലീഡേഴ്സിന്റെ മനസ്സിലുണ്ടാവും. പുറത്തുനിന്ന് സഹായിക്കുന്നവര്, നിങ്ങൾ സ്റ്റുഡൻസ് അല്ലാത്തവര്, കോളേജിൽ നിന്ന് വിട്ടുപോകുന്നവര് പുറത്തു നിന്ന് സഹായിക്കും. ജില്ലാ ഭാരവാഹികള്, സംസ്ഥാന ഭാരവാഹികളൊക്കെ ക്യാമ്പസ് പുറത്തു നിന്ന് സഹായിക്കും. പുറത്തുനിന്ന് 2 കാര്യം ചെയ്യാം ഒരേപോലെ. ഒന്ന് അവരെ സഹായിക്കുകയും ചെയ്യാം, ഉപദ്രവിക്കുകയും ചെയ്യാം. അത് മനസ്സിലായോ? ഒന്ന് അവരെ സഹായിക്കുകയും ചെയ്യാം, ഒന്ന് ഉപദ്രവിക്കുകയും ചെയ്യാം. ഇത് 2 നടക്കാറുണ്ട് സാധാരണ പുറത്തുനിന്ന് ചെല്ലുന്നവര്. ക്യാമ്പസിൽ നിന്ന് പുറത്തുനിന്ന് ചെന്നിട്ട് സഹായിക്കാൻ പോകുന്നതന്നെ അവരെ മര്യാദയ്ക്കുള്ള അവിടുത്തെ വർക്ക് പോകാത്ത ആളുണ്ട്, നന്നായി സപ്പോർട്ട് ചെയ്യാം. ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ലോക്കൽ ലീഡേഴ്സ് ഉണ്ട് നന്നായി സപ്പോർട്ട്. പല സ്ഥലത്ത് നല്ല ആ പഴയ KSU സ്പിരിറ്റൊക്കെ ഇപ്പോഴും ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് ലോക്കൽ ലീഡേഴ്സ്. അപ്പൊ ഞങ്ങൾ DCC പ്രസിഡന്റുമാർക്കും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും ഒക്കെ കൂടുതൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ക്യാമ്പസുകളിൽ ശ്രദ്ധിക്കണം. ഓരോ ക്യാമ്പസിലും പ്രത്യേകമായിട്ടുള്ള ആളുകളെ, ആ സ്പിരിറ്റുള്ള ആളുകളെ ചുമതലപ്പെടുത്തി കൊടുക്കണം. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ, അല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യേക സേവനം, പ്രൊട്ടക്ഷൻ, മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സഹായം കൊടുക്കാറുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറെ കൂടെ ഭംഗിയായി നമുക്കത് ഈ പ്രാവശ്യം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. കുറെ കൂടെ ഭംഗിയായി ക്യാമ്പസുകളിൽ നമുക്കത് ചെയ്യാം. കൂടുതൽ സാമ്പത്തികമായി തിരഞ്ഞെടുപ്പ് കാലത്ത് സഹായിക്കാൻ, രണ്ടാമത് ഒരു പിന്തുണ, ഒരു ബാക്കപ്പ്, എല്ലാ കാര്യത്തിലും പുറത്തുനിന്നുള്ള ഒരു ടീം നിന്നിട്ട് നമുക്ക് എല്ലാ ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട്
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളൊക്കെ ഒന്ന് ആലോചിച്ച് നമുക്ക് ഉടൻ തന്നെ ഈ അക്കാഡമിക് ഇയർ തുടങ്ങും. ഇപ്പൊ ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കൊരു മീറ്റിംഗ് കൂടിയിട്ട് എല്ലാ ക്യാമ്പസുകളിലും അതുണ്ട് എന്ന് ഉറപ്പുവരുത്താവുന്ന ഒരു സംവിധാനം കൂടി നമുക്കത് ചെയ്യാം. അത് ഞങ്ങളൊക്കെ തന്നെ ഞങ്ങളെല്ലാവരും ചേർന്ന് മുൻകൈയെടുത്ത് DCCകളിൽ അത് നോക്കി അവരോട് റിപ്പോർട്ട് നമ്മൾ വാങ്ങിച്ച് ഓരോ ക്യാമ്പസിലും നിങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആരൊക്കെയാണ്, എന്നിട്ട് അവർ ആ ജോലി എടുക്കുന്നതെന്നും നമ്മൾ പരിശോധിച്ച് ചെയ്യാം. കുറെ പേര് ചെയ്യും, ഭംഗിയായിട്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ തന്നെ പല സ്ഥലത്തും ഈ പല സ്ഥലങ്ങളിലെയും ക്യാമ്പസുകളിൽ ഈ പ്രാവശ്യത്തെ വിജയത്തിന്റെ ഒരു കാരണം അവർ കൂടിയാണ്. അവർ വന്ന് സ്ട്രോങ് ആയിട്ട് പല സ്ഥലത്തും നിന്ന് സഹായിച്ചവരെ. അപ്പൊ നിങ്ങളുടെ ജില്ലാ ഭാരവാഹികൾ, സംസ്ഥാന ഭാരവാഹികളായിരിക്കുന്ന ആളുകൾ ക്യാമ്പസിലെ നമ്മുടെ കുട്ടികളെ ഈ പുറത്തുനിന്നുള്ള ലീഡർഷിപ്പുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്ത് കൊടുക്കണം. എല്ലാ സ്ഥലത്തും. അവർ വന്ന അവിടെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ അവിടുത്തെ സ്ഥാനാർത്ഥി തീരുമാനിക്കാനോ എല്ലാം പറഞ്ഞത്. സ്ഥാനാർത്ഥിയൊക്കെ ക്യാമ്പസിന്റെ അകത്ത് പിള്ളേരാണ് തീരുമാനിച്ചോളൂ. ഇത് പുറത്ത് താരം ഇടപെട്ട് തീരുമാനിക്കാനോ അല്ലെങ്കിൽ ഇന്ന ആൾ വേണമെന്നുള്ള മറ്റു കാര്യങ്ങളിലുള്ള ഇടപെടലല്ല, സഹായിച്ച് ജയിപ്പിക്കാൻ കഴിയാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ കൂടെ നന്നായി ശ്രദ്ധിക്കും. പിന്നെ നിങ്ങൾക്കറിയാം, ഗവൺമെന്റിന്റെ 3 വർഷം കഴിഞ്ഞു. അടുത്ത 2 വർഷം എന്ന് പറയുന്നത് ഫൈനൽ ഫേസാണ്. ഇപ്പൊ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് വല്ലാതെ ആന്റി ഇൻകംബൻസി ഉള്ള ഒരു ഗവൺമെന്റാണ്. ജനങ്ങൾ വെറുത്തു തുടങ്ങിയ ഒരു ഗവൺമെന്റാണ്. അടുത്ത 2 വർഷം ആകുമ്പോഴേക്കും അത് അതിന്റെ പീക്കിലേക്ക് പോകും. അപ്പൊ ഒരുപാട് വിഷയങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തുള്ള വിഷയങ്ങൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് എടുക്കണം. എന്തെല്ലാം ഗൗരവകരമായ വിഷയങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഏതിനാണ് കൊടുക്കുന്നത്, സെക്കൻഡ് പ്രയോറിറ്റി ഏതിനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കൊരു ഡോക്യുമെന്റ് ഉണ്ടാകും വിദ്യാഭ്യാസ രംഗത്ത്. ഇപ്പോ ബ്രെയിൻ ഡ്രെയിനിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കും. കുട്ടികളൊക്കെ പോവുകയാണ്. ഈ പോളിംഗ് കുറയാൻ തന്നെയുള്ള പ്രധാനപ്പെട്ട കാരണം, ഞങ്ങൾ പുതുപ്പള്ളിയിൽ പോയി ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഒരു ബൂത്തിൽ നിന്ന് 60-70 പേര് യൂറോപ്പിൽ പോയി. ഞാൻ പേടിച്ചു പോയി. ആദ്യം നിന്ന് 60-70 പേര് ഒരു ബൂത്തിൽ നിന്ന് പോയി. അതിപ്പോ 100 കാണും. 100 ചില പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് കുട്ടികൾ പോവാ. അപ്പം നമ്മൾ ആ സബ്ജക്റ്റ് ഉയർത്തിക്കൊണ്ടുവന്നു. ആ സബ്ജക്റ്റ് ഏറ്റവും ഭയങ്കരമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ് കുട്ടികൾ പോകുന്നത്, എങ്ങനെ ഇത് തടയാൻ പറ്റും? അപ്പൊ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. UDF അത് ചെയ്യുന്നുണ്ട്. UDF വിദ്യാഭ്യാസ രംഗത്ത് നമ്മളൊരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അധ്യാപക സംഘടനകളുമായിട്ട് യോഗം ചേർന്നു. ജനറൽ എഡ്യൂക്കേഷന്റെ ഇനി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. ഒരു ജൂലൈ മാസം ആവുമ്പോഴേക്കും വലിയൊരു പ്രോഗ്രാം, വലിയൊരു എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി നമ്മളൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കി. നമ്മുടെ ഡോക്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ 1, 2, 3, 4 എന്ന് നമ്മൾ മുൻഗണന കൊടുത്ത് ചെയ്യുകയും നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. നമ്മൾ കുറ്റപ്പെടുത്തുക, സർക്കാരിനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ തെറ്റുകാരാക്കുക മാത്രമല്ല, എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും. ഓരോ വിഷയത്തിലും ഉണ്ടാവും. ഇപ്പോ പല രീതി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ നമുക്കറിയാം. ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും കിട്ടണമെങ്കിൽ 90%, 95% മാർക്ക് വേണം. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന കോളേജുകളിൽ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ സീറ്റ് ഒഴിഞ്ഞിറക്കുകയാണ്. പല PG എന്നോട് വളരെ പ്രധാനപ്പെട്ട കോളേജുകളിലെ മാനേജർമാരെന്നോടും പറഞ്ഞു, PG കോഴ്സൊക്കെ കട്ട് ചെയ്യാണ്. പ്രധാനപ്പെട്ട പണ്ട് കിട്ടാൻ വലിയ മാർക്കുണ്ടെങ്കിൽ മാത്രം PGക്ക് കിട്ടിയിരുന്ന സ്ഥലത്തെ PG കോഴ്സൊക്കെ കട്ട് ചെയ്യാണ്. അപ്പൊ എന്താണ് ഈ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് വളരെ ഗൗരവകരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തകർച്ചയുണ്ട്. അപകടകരമായ രീതിയിലേക്ക് അത് പോവുകയാണ്. അതിന്റെ ഔട്ട്കം എന്തായിരിക്കും? നമ്മൾ ഗൗരവത്തോടുകൂടി നിങ്ങളാണ് കൊണ്ടുവരേണ്ടത്, യേശുവാണ് കൊണ്ടുവരേണ്ടത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ പരിപാടി അല്ലെങ്കിൽ ജില്ലകൾ തോറുമൊക്കെ പരിപാടികളൊക്കെ നടത്തി പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ എക്സ്പേർട്സുകളൊക്കെ കൊണ്ടുവന്ന് സംസാരിച്ചു. ഈ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ എടുത്ത് കത്തിച്ച് കൊണ്ടുവന്ന് അത് അപ്പോൾ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ. എന്തുകൊണ്ടാണ് ഈ കോഴ്സുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ കോഴ്സുകൾ ഔട്ട്ഡേറ്റഡ് കോഴ്സുകളാണ്, അല്ലെങ്കിൽ പുതിയ കാലത്തിനനുസരിച്ചുള്ള പുതിയ കോഴ്സുകൾ ഇല്ലാത്തതാണ്, അല്ലെ ജയിച്ചിട്ടും നല്ല മാർക്ക് വാങ്ങി പാസ്സായിട്ടും ജോലിക്കുള്ള സാധ്യതകൾ ഇല്ലാഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഈ മടുപ്പുണ്ടാകുന്നത്. പുറത്തേക്ക് പോയാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ, നാട്ടിൽ നിന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന തോന്നലാണ്. അത് ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെ മുഴുവൻ ബാധിക്കുന്ന ഒരു രോഗം പോലെ പടർന്നു പിടിക്കുകയാണ്. ഒരു ട്രെൻഡ് അങ്ങനെ വരികയാണ്. പണ്ട് ഗൾഫിൽ പോയ പോലെ അല്ലത്. ഇതിനകത്ത്
ഒരുപാട് സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഗൾഫിൽ പോയ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അതിനേക്കാളും പ്രധാന റെമിറ്റൻസ് ഉണ്ടായിരുന്നു. അവിടെ കാശായി യൂറോപ്പിൽ നിന്ന് പോയത് 5 പൈസ നാട്ടിലേക്ക് അയക്കില്ലേ. ഭയങ്കരമായിട്ട് നമ്മുടെ ഇക്കോണമി ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഇവിടെ നിന്ന് സൈഫൺ ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പൈസ ഒട്ടും വരുന്നില്ല. കേരളത്തിന്റെ ഇക്കോണമിയെ പോലും ബാധിക്കാവുന്ന തരത്തിലുള്ള രൂക്ഷമാവുകയാണ്. ഇപ്പൊ ഞാനിപ്പോ അടുത്ത് കുറേ സഞ്ചരിച്ചു. എല്ലായിടത്തെയും ഏറ്റവും വലിയ ഹോർഡിങ്സ് എന്താണ് ഇപ്പൊ? LDFന്റെ, UDFന്റെ, BJPയുടെ ഒന്നല്ല. ഹോർഡിങ്സ് മുഴുവൻ ഈ ന്യൂസിലൻഡിലേക്ക് പോകാം, നമുക്ക് ജർമ്മനിയിലേക്ക് പോകാം, പുതിയ ജർമ്മൻ കോഴ്സ് ആരംഭിച്ചു, IELTSന്റെ മറ്റേ കോഴ്സ് മറിച്ച കോഴ്സ് പോകാനുള്ളതാണ്. പിള്ളേരെ കൊണ്ടുപോകാനുള്ള ഹോർഡിങ്സ് ആണ് മുഴുവൻ. നിങ്ങൾ റോഡിലൂടെ സഞ്ചരിച്ചോ, കണ്ട ഭയം തോന്നുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം ഭയങ്കര പേടിയായി. ഇത് എന്തായി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്, എന്ത് സംഭവിക്കാൻ പോകുന്നൊക്കെ മുഴുവൻ ബോർഡുകൾ കേരളത്തിലെ എത്രമാത്രം ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു സഭാവാണ്, സിറ്റി പോലുള്ള, അവിടെ ജർമ്മൻ ഭാഷ പഠിക്കുന്ന 2 സ്ഥാപനങ്ങൾ. ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന ഫുള്ളാണ് പിള്ളേർ. ഞാനിപ്പോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജിൻഡോ ജോണിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഉദ്ഘാടനം ചെയ്യാൻ പോകും ഈ ആഴ്ച. ചെയ്യൊരു കംപ്ലീറ്റ് മുഴുവൻ നമ്മൾ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കൂടാതെ 100 കണക്കിന് 1000 സ്ഥാപനങ്ങൾ, ഇതിന് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ വരികയാണ്. ഒരു ഏജൻസി 7000 പേരെയാണ് ഒറ്റയ്ക്ക് ഒരു വർഷം റിക്രൂട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഇല്ലേ, 7000-ഓളം പേരെയാണ് ഒറ്റയടിക്ക് റിക്രൂട്ട് ചെയ്തത്, അങ്ങോട്ട് റിക്രൂട്ട് ചെയ്തത്. അപ്പൊ അത് ട്രെൻഡാവുകയാണ്. അതുണ്ടാക്കാവുന്ന എഡ്യൂക്കേഷനിലായി, സോഷ്യലായി, ഇക്കണോമിക്കലായി അതുണ്ടാക്കാൻ പോകുന്ന വലിയ പ്രശ്നമാണ്. അപ്പൊ എല്ലാവരും ബാധിക്കുന്ന പ്രശ്നമാണ്. പല പേരൻസിനും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ട്രെൻഡിന്റെ പുറകെ പോവാണ്. കുട്ടികൾക്ക് ഐഡിയ ഇല്ല, ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. പണ്ട് ഒന്നും ഒരു ഐഡിയ ആർക്കും എന്താ ഈ പോകുന്നത്, പോയി ചെന്ന രക്ഷപ്പെടണമെന്നുണ്ടോ? അപ്പൊ കാനഡയിൽ, ഞാൻ ഉദാഹരണം പറയാം, കാനഡയിൽ യൂണിവേഴ്സിറ്റി പോയി പഠിച്ച ബെസ്റ്റാണ്. അല്ലാത്ത കോളേജിൽ പോയി പഠിച്ചാൽ ഇവിടത്തെ ഒരു ലാസ്റ്റ് ഗ്രേഡ്, കേരളത്തിലെ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കാൾ താഴെയാണ്. മനസ്സിലായി? ഇതെല്ലാം നല്ലതുമല്ല പോകുന്നത്. അവിടെയാണ് എന്ന് പറയാം. പലർക്കും ജോലി കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. നമുക്കിപ്പോ ശുപാർശ വരുന്നുണ്ട്, ജോലി വേണം, അവിടുത്തെ ജോലി ശരിയാക്കി തന്നെ അവിടുത്തെ മലയാളി അസോസിയേഷനെ വിളിച്ച് പറയണം എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ശുപാർശ. നമ്മുടെ ഓഫീസിലേക്ക് വന്നിരിക്കുമ്പോൾ പാരന്റ്സ് ഒക്കെ വന്നിട്ട് പറയുക, ജോലി ശരിയായിട്ടില്ല, പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഇവിടുന്ന് മലയാളി അസോസിയേഷനിൽ അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് ജോലി. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളല്ലാതെ ആരെയും ചർച്ച ചെയ്യുന്നത്? നിങ്ങളത് ചർച്ച ചെയ്യും. ഞങ്ങളത് കൂടാതെ UDF അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രയോറിറ്റി സബ്ജക്റ്റായി. നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളിൽ 1 ഇതും 2 പബ്ലിക് ഹെൽത്തുമാണ്. അപ്പൊ ഇത് എഡ്യൂക്കേഷൻ നിങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇങ്ങനെ ഒരു വല്ലാത്ത അപകടകരമായ പ്രതിസന്ധി എന്തുകൊണ്ടുണ്ടാകുന്നു? നിങ്ങൾ പറയണം. കേരളത്തിലെ KSU അത് ചർച്ച ചെയ്യണം, ഒരു വശത്ത് അത് ചെയ്യണം, ചില സ്ഥലത്ത് സമരങ്ങൾ ചെയ്യണം. ഇപ്പോ ഞാൻ KSU പ്രസിഡന്റിലേക്ക് അഭിനന്ദിക്കുകയാണ്. KSU പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റും ചേർന്ന സിദ്ധാർത്ഥിന്റെ വിഷയത്തിൽ ഒരു ഗംഭീരമായ സമരം തിരുവനന്തപുരത്ത് നടത്തി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഉജ്ജ്വലമായ സമരമായിരുന്നു. അവർ നിരാഹാര സമരമായിരുന്നു. ആ നിരാഹാര സമരം നടന്നതുകൊണ്ട് മാത്രമാണ് CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത്. അവരവിടെ ഇരിക്കുമ്പോൾ CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ പിണറായി വിജയൻ സർക്കാരിനെ നിർബന്ധിതമാക്കിയ ഒരു സമരമായിരുന്നു. കേരളത്തിലെ അപൂർവമായ സമരമാണ്. മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രസിഡന്റുമാർ ഒരുമിച്ച് നടത്തിയത്. സ്റ്റേറ്റ് മുഴുവൻ അതിന്റെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. എപ്പോഴും നിങ്ങൾ കുറ്റപ്പെടുത്തലുകൾ മാത്രമേ കേട്ടില്ല, അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ. നിങ്ങൾ നന്നായിട്ട് സമരം ചെയ്തു. യൂത്ത് കോൺഗ്രസും സമരം ചെയ്തു, KSUവും സമരം ചെയ്തു. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ എപ്പോഴും പറഞ്ഞു, ഇത്രയും നാക്കി ഞങ്ങളുടെ കാലത്തൊന്നും കൊണ്ടില്ല. ഞങ്ങളോട് പ്രതിപക്ഷത്തിരുന്ന് KSU പ്രവർത്തനം, യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം ഇത്രയും അധികം ഇത്രയൊന്നും ജയിലിലും പോയി. ഈ പോലീസിന്റെ ഇടയിൽ കഴിയാനൊക്കെ ഇത്രയും വല്ലാതെ പ്രയാസപ്പെടും. എന്തോരം പെൺകുട്ടികളോ ആൺകുട്ടികളോ. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഒരു ക്രെഡിറ്റ് കൂടി നിങ്ങൾക്ക് അറിയാം. എല്ലാവരും പറയുന്നുണ്ട് ഈ ഗവൺമെന്റിനെതിരായിട്ട് ഒരു വലിയ ആന്റി ഇൻകംബൻസി. ആ ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരു ആകാശത്തൊന്നും ആന്റി ഇൻകംബൻസി ഉണ്ടാവും. അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് ആന്റി ഇൻകംബൻസി. നമ്മൾ ജനങ്ങളോട് സംസാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ കേരളീയം തുടങ്ങി, നവകേരള സദസ്സ് തുടങ്ങി. ആ നവകേരള സദസ്സ് വേണമെങ്കിൽ അത് വേറൊരു രീതിയിൽ പോസിറ്റീവായി സർക്കാരിന് പോവാമായിരുന്നു. പക്ഷെ നമ്മുടെ കുട്ടികൾ നടത്തിയ ചെറുത്തുനിൽപ്പും സമരവും
നമ്മൾ അതിനെതിരായിട്ടുണ്ടാക്കിയ നറേറ്റീവും എല്ലാം കൂടിയാണ് ആ നവകേരള സദസ്സ് അവസാനിപ്പിച്ചപ്പോൾ ആ ബസ് ഒരു തമാശയായി മാറിയതും നവകേരള സദസ്സ് പൊളിഞ്ഞു പോയത്. അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾ കൂടിയുള്ളതാണ്. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ആന്റി ഇൻകംബൻസി എന്നുള്ളൊരു സംഭവം രൂപപ്പെട്ടു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് പോരാടിയിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുണ്ട്, ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയണ്ടല്ലോ. എനിക്ക് പേരെടുത്ത് ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേരെടുത്ത് പറയാൻ പറ്റാവുന്ന നിരവധി കുട്ടികൾ ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, ഈ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. പേരൊന്നും പറയുന്നു, പക്ഷെ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു അത്. ഈ ഇലക്ഷനിൽ നമ്മൾ നല്ല വിജയത്തിലേക്ക് പോകും എങ്കിൽ അതാണല്ലോ നമ്മൾ പോകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. 20 സീറ്റും ജയിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഉജ്ജ്വലമായ വിജയത്തിൽ നിങ്ങൾ കൂടി വിജയശില്പിയാണ്. ഇനിയുള്ളത് കുറെ കൂടി അഗ്രസീവായിട്ടുള്ള ഒരു മുഖം കാണിക്കേണ്ട ഒരു ഫൈനൽ കേസാണ്. ഒരുപാട് വിഷയങ്ങൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ വിദ്യാഭ്യാസപരമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള അതിശക്തമായ ഒരു പോരാട്ടം. അത് കുറച്ചുകൂടിയൊക്കെ നിങ്ങളെല്ലാവരും കൂടെയൊക്കെ ഒന്ന് ആലോചിച്ച് ഒരു കൺവെൻഷണൽ രീതിയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും. അതാണ് എൻ്റെ. നിങ്ങൾക്ക് എല്ലാ പണി അറിയാവുന്നതല്ല, മിടുമിടുക്കന്മാരും മിടുപിടിക്കുന്നതാണ്. ഇത്രയും പെൺകുട്ടികളൊന്നും ഞാൻ സമീപകാലത്ത് ഇത്രയും സമരത്തിലൊന്നും ഇത്രയും പെൺകുട്ടികളൊന്നും പങ്കെടുത്തൊരു കാലം ഉണ്ടായിരുന്നു. ഉള്ളതാണ് പറയാതെ എല്ലാവരും നമ്മുടെ കാലത്ത് മുമ്പത്തെ കാര്യം പറഞ്ഞു. ഇത്രയും ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും നമ്മൾ കുറേ വർഷമായി ഈ ഫീൽഡിലേക്ക് ഉണ്ടായിരുന്നു. അത്രയുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു സത്യത്തിൽ. ഈ പെൺകുട്ടികളെ കടി വാങ്ങിക്കുകയും അവരെ ജയിലിലാകുകയും നമ്മൾ ജയിലിൽ പോയി അവരെ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ആൺകുട്ടികൾ പോകണം മോശമല്ല. അതിൻ്റെ ആൺകുട്ടികൾ പോകുമ്പോൾ വിഷമമില്ലാന്നുള്ളതല്ല. ആർക്കൊരാൾക്ക് എവിടെ അടിയിട്ടി കഴിഞ്ഞാലും ഉറങ്ങാൻ ഞങ്ങളിൽ പലരും രാത്രി കിടക്കാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അത്രയും വിഷമം ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്, പ്രയാസം ഉണ്ടാകാറുണ്ട്. അവരൊരു ഒരു ഒരു കോസിന് വേണ്ടിയിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ധാരാളം കുട്ടികൾ ഈ സമരമുഖത്തെല്ലാം ഉണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രത്യേകമായ നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങൾ നിറഞ്ഞ ആവേശത്തോടു കൂടി നിറഞ്ഞ പിന്നെ ലീഡറാണ് അത് വേണം മനസ്സിലാക്കി. ലീഡറാകാൻ ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തിയെടുക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യും. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഞങ്ങൾ എല്ലാവരും നല്ല മാതൃകകളൊന്നുമല്ല. എല്ലാവരും ആ രീതിയിൽ പോയേക്കാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഡെവലപ്പ് ചെയ്തെടുക്കും. നിങ്ങൾ മികച്ച നേതാക്കന്മാരായി മാറാൻ പറ്റും. കോൺഗ്രസിന്റെ വരാനിരിക്കുന്ന തലമുറയാണ് നിങ്ങൾ. ഈ KSU ക്യാമ്പ് കഴിഞ്ഞ് ജില്ലാ ക്യാമ്പുകളും കഴിയുമ്പോൾ ഈ ഇലക്ഷൻ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വിസ്മയകരമായ വിജയം ഉണ്ടാക്കണം, അത്ഭുതങ്ങൾ ഉണ്ടാക്കണം. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്യാമ്പിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.